ഹായ് സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയട്ടെ, AC-യുടെ ശബ്ദം ഉണ്ടാവും. അതേപോലെ തന്നെ എൻ്റെ മൈക്ക് മാറ്റാനുള്ള സമയം അതിക്രമിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഇല്ല, ഒരു മാസത്തിനുള്ളിൽ നമുക്കത് ശരിയാക്കാം കേട്ടോ. ഇപ്പം തന്നെ ഞാൻ ഫോൺ മേടിച്ചേയുള്ളൂ, അതിൻ്റെ ഒരു ക്ഷീണം മാറട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വെയിറ്റ് ചെയ്യണേ. പിന്നെ AC ഇടാണ്ടിരിക്കാൻ ഒരു നിവൃത്തിയില്ല. ഇപ്പോഴത്തെ കാലാവസ്ഥയും അതേപോലെ തന്നെ ഇത് ഏറ്റവും മുകളിൽ, ഇതിന് മീതെ ടെറസാണ്. അപ്പോൾ അതിൻ്റെ നല്ല ചൂടുണ്ട്. ടെറസല്ല, ഷീറ്റാണ്. അപ്പോൾ അതിൻ്റെ നല്ല ചൂടുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് AC ഓഫ് ചെയ്യാൻ പറ്റാത്ത, ആകെ വേർത്ത് കുളിക്കും. നല്ല ചൂടുള്ള സമയമല്ലേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹെയർ ആക്സസറീസിൻ്റെ ആണ് കേട്ടോ. ഒരു 10 മീതെ ഒക്കെ ആയിട്ടുണ്ടാവും. ഇതിൽ ചിലത് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുള്ളതാണ്. ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ആമസോൺ, മീഷോ എന്നുള്ളതാണ്. എല്ലാം ഒരു 150 രൂപ ആ ഒരു അറൗണ്ട് പ്രൈസിലുള്ളതാണ് കേട്ടോ. നല്ല യൂസ്ഫുള്ളാണ്. നമുക്കും കുട്ടികൾക്കൊക്കെ ഒരേപോലെ യൂസ് ചെയ്യാവുന്ന അടിപൊളി ഹെയർ സ്റ്റൈൽസൊക്കെ ജസ്റ്റ് 1 മിനിറ്റിലൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ഹെയർ സ്റ്റൈൽസ് ഉണ്ട്. നമ്മൾ ഇതിൻ്റെ റീലും ഷോർട്സും ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ പേര് ലിങ്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഷോർട്സിൽ നമുക്കിപ്പോൾ ലിങ്ക് ഇടാൻ നിവർത്തിയില്ല, അത് ഡിസേബിൾ ആക്കിയിരിക്കുകയാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ പ്രോഡക്റ്റ് ടാഗ് ചെയ്യാം, പക്ഷേ മേക്കപ്പ് പ്രോഡക്ട്സ് അങ്ങനെയൊക്കെ ഉള്ളൂ. നൈക്കയിലത്തെ പ്രോഡക്ട്സ് അല്ലെങ്കിൽ പേർപ്പിളത്തെ പ്രോഡക്ട്സ് മാത്രമേ ഇപ്പോൾ ടാഗ് ചെയ്യാൻ നമുക്ക് തൽക്കാലം നിവർത്തിയുള്ളൂ. ഇങ്ങനത്തെ ആമസോൺ, മീഷോ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ടാഗ് ചെയ്യാൻ നിവർത്തിയില്ല കേട്ടോ. പിന്നെ റീലിലാകുമ്പോൾ എന്താ വെച്ചാൽ സ്റ്റോറീസിൽ നമുക്ക് ലിങ്ക് ഇടാം, പക്ഷെ അത് ഒരു ദിവസം കഴിഞ്ഞാൽ പോവല്ലേ. പിന്നെ ഹൈലൈറ്റ്സിലാക്കിയാലും എല്ലാവരും ഒന്നും അത് വന്ന് നോക്കണില്ല, അതാ ഒരു പ്രശ്നം. അപ്പോൾ അതിന് ഞാൻ വിചാരിച്ചു നമുക്കൊരു വീഡിയോ ചെയ്യാം. ഇതാകുമ്പോൾ പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടാം. ഇനി ചോദിക്കുന്ന എല്ലാവർക്കും അതിന് കൊടുത്താൽ മതിയാവുമല്ലോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതാ മീഷോ എന്നുള്ള ഈ ക്ലച്ച് ക്ലിപ്പാണ്. ഇത് 3 എണ്ണത്തിൻ്റെ സെറ്റ് എന്തോ ഒരു 150-200 രൂപയുടെ ഇടയ്ക്കാണുള്ളത്. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടെന്നാൽ ഭയങ്കര ക്വാളിറ്റി ഇല്ല കേട്ടോ. ഭയങ്കര തിക്കായിട്ടുള്ള ഹെയർ ഒക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാ മുടിയും കൂടെ കൂട്ടിപ്പിടിച്ച് ഇടാൻ പാകത്തിനുള്ള വലിപ്പം ഇല്ല അതിന്. കുറച്ച് മുടിയൊക്കെ ഇടാൻ പറ്റുള്ളൂ. പക്ഷെ എന്താ വെച്ചാൽ കുറച്ച് മുടി മാത്രം എടുത്തിട്ട് പിന്നിലേക്കൊക്കെ നമ്മളിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ. അതല്ലെങ്കിൽ നമ്മൾ പോണി ടെയിലൊക്കെ കെട്ടിയിട്ട് അതിൻ്റെ പിന്നിലിങ്ങനെ ഇതേപോലെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ പോണി ടെയിലൊക്കെ ആണെങ്കിൽ ഈ ക്ലച്ച് ക്ലിപ്പ് ഇരിക്കും. നല്ല ഉള്ളുള്ള പോണിറ്റെയിലൊക്കെ ആണെങ്കിൽ അങ്ങനെ ഇരിക്കില്ല കേട്ടോ. ഇത് 3 എണ്ണത്തിൻ്റെ സെറ്റായിട്ടാണ് വരുന്നത്. ഒന്ന് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ്, അതിലൊരു മജന്ത ഷെയ്ഡ് മിഡിലിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബ്ലൂവും യെല്ലോവും കോമ്പിനേഷനിലാണ് വരുന്നത്. ശരിക്കും ഒരു പൂ പോലെ തന്നെയുണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. ഇത് നമുക്കും കുട്ടികൾക്കും ഒരേപോലെ ഡിഫറെൻറ്റ് ഹെയർ സ്റ്റൈൽസ് ചെയ്യാവുന്നതാണ്. എന്നൊക്കെ ഉണ്ടോ, ഇന്നലെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്തപ്പോൾ, അല്ലെങ്കിൽ ഞാൻ പുറത്ത് പോയപ്പോൾ ഇതായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് വർത്ത് ഫോർ ദ മണി. ഇത് മീഷോ എന്നുള്ളതാണ്. ഞാൻ കോഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അടുത്തത് ഈ ക്ലച്ച് ക്ലിപ്പാണ് കേട്ടോ. ഇതും മീഷോ എന്നുള്ളത് തന്നെയാണ്. നല്ല ഭംഗിയില കാണാനായിട്ട്. ഇതിൽ ഇങ്ങനെ പേളാണ് കേട്ടോ. ഇങ്ങനെ സ്റ്റോൺസ് അല്ല, ഇങ്ങനെ മുത്തുകളില്ലേ, അതന്നെ പേള്. അതിങ്ങനെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ കുറച്ച് യൂസ് ചെയ്താൽ പോകുമെന്നൊക്കെ സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ കുറേ തവണ യൂസ് ചെയ്തു. അങ്ങനെ കളറൊന്നും പോയിട്ടില്ല. ഇത് നമുക്ക് എല്ലാ മുടിയും കൂടെ കൂട്ടി പിടിച്ചിട്ട് ഇങ്ങനെ ക്ലിപ്പ് ഇടാനായിട്ട് നല്ലതാണ്. അത്യാവശ്യം ഉള്ളിലുള്ള മുടിയാണെങ്കിലും അതിൽ ഇരിക്കും കേട്ടോ. നല്ല സെക്യൂർ ആയിട്ട് ഇരിക്കും. പിന്നെ കാണാനും നല്ല ഭംഗിയാണ്. നമ്മുടെ യൂഷ്വൽ അങ്ങനത്തെ സാധാരണ ക്ലച്ച് ക്ലിപ്പ് ഉണ്ടല്ലോ, അതല്ല, നല്ല ഭംഗി. ഇപ്പോൾ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഭംഗിയിൽ ഒരു ഹെയർ സ്റ്റൈൽ പോലെ തോന്നണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാ മുടിയും കൂടെ കൂട്ടി പിടിച്ചിട്ട് ഒരു ബൺ കെട്ടിയാൽ മതി. പുറത്ത് പോകുമ്പോൾ ഇപ്പോൾ ഭയങ്കര ചൂടുള്ള സമയമല്ലേ. അപ്പം അങ്ങനെ ആകുമ്പോഴും നമ്മൾ ബൺ കെട്ടുമ്പോൾ അയ്യോ ഇതെന്താ അതിങ്ങനെ അമ്മക്കിട്ട് അല്ലെങ്കിൽ അമ്മൂമ്മ കിട്ടുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കളിയാക്കില്ലേ. അടുക്കളയിൽ നിൽക്കുമ്പോൾ ഒക്കെ കെട്ടണ പോലെയാണ് എന്നൊക്കെ മുന്നും ഞാൻ സ്ഥിരം ബണ്ണ കെട്ടിയിരുന്നു. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് വീഡിയോസ് ചെയ്യുമ്പോൾ അത് വെച്ചിട്ട് പുറത്തേക്ക് പോകണതൊക്കെ കാണുമ്പോൾ ഒരുപാട് പേര് പറയാറുണ്ട് അങ്ങനെ വൃത്തിയിലൊക്കെ മുടി കെട്ടിക്കൂടെയെന്ന്. അപ്പോൾ ഈ ഒരു ക്ലിപ്പ് ഉണ്ടെങ്കിൽ നല്ലൊരു വ്യത്യാസം ഉണ്ടാവും കേട്ടോ. നമ്മളെന്താ കാര്യമായിട്ട് ചെയ്ത പോലെ ഉണ്ടാവും. ഈ ചൂടത്തൊക്കെ എങ്ങനെയാണ് മുടി അഴിച്ചിട്ടുണ്ടെന്ന് എനിക്ക് യാതൊരു ധാരണയില്ല. അപ്പം എല്ലാ മുടിയും കൂടെ കൂട്ടി പിടിച്ചിട്ട് ഈ ക്ലച്ച് ക്ലിപ്പ് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് സെക്യൂർ ആയിട്ടിരിക്കും കേട്ടോ. അടുത്തത് 3 ഹെയർ ബാൻഡ്സ് കാണിച്ചു തരാം കേട്ടോ. ഇത് ഒരുവിധം എല്ലാ വെബ്സൈറ്റ്സിലും നമുക്ക് കാണാൻ പറ്റും. ആമസോണിലുണ്ട്, മീഷോയിലുണ്ട്, ഫ്ലിപ്കാർട്ടിലുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഈ ബ്രെയ്ഡഡ് ആയിട്ടുള്ള ഈ ഹെയർ ബാൻഡാണ്. മുടി പോലെ തന്നെയാണ് കേട്ടുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ വെക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ മുടി പോലെ തന്നെ ഉണ്ടാവും. എന്ന് വെച്ചാൽ നമ്മുടെ മുടി മെടഞ്ഞിട്ട് വെച്ച പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് കുറച്ചൊരു കളേർഡായിട്ട്, അതായത് ബ്രൗണും ബ്ലാക്കും കൂടി മിക്സ്ഡ് ആയിട്ടാണ്. അപ്പോൾ എൻ്റെ ഹെയർ കളറായിട്ട് അത്യാവശ്യം നല്ല മാച്ചായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ മുടി മെടഞ്ഞിട്ട് ഇങ്ങനെ വെച്ച പോലെ തന്നെ ഉണ്ടാവും. കുട്ടികൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും നല്ല രസമായിട്ടുണ്ടാവും. കാഷ്വലി നമുക്ക് പുറത്തേക്കൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ സൈഡ് പാർട്ടീഷൻ എടുത്തിട്ട് ഇങ്ങനെ വെച്ചാൽ മതിയാവും കേട്ടോ. വയ്ക്കുമ്പോൾ നല്ല ക്യൂട്ടായിട്ട് അങ്ങനെ ഇരുന്നോളും. നല്ല രസമാണ് കാണാനായിട്ട്. ഇപ്പോൾ വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സിനൊക്കെ ഒപ്പം നല്ല രസമായിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഈ പേൾ ഹെയർ ബാൻഡ്
ഇതെങ്ങനെ 3 ലെയർ ആയിട്ട് വരുന്നതുണ്ട്. ഇതും ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ കിട്ടുന്നതാണ്, മീഷോയിലൊക്കെ ഉള്ളതാണ്. അത്യാവശ്യം നിൽക്കും. ഇത് ഞാനും ഇമ്മക്കുട്ടി മാറി 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 യൂസ് ചെയ്യാറുള്ളതാണ്. ഇതൊക്കെ ഒരു 150 റേഞ്ചിൽ, 100 to 150 റേഞ്ചിലുള്ളതാണ്. ഇത് നല്ലതാണ്. നമുക്ക് വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സിനൊക്കെ ഒപ്പം സ്റ്റൈൽ ചെയ്യാം. എന്തെങ്കിലും പാർട്ടി റിസപ്ഷൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനും നമുക്ക് വയ്ക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഇത് ഒറ്റൊരു ലെയർ മാത്രമേ ഉള്ളൂ പേള്. ഇത് 2 എണ്ണത്തിൻ്റെ ഒരു സെറ്റായിട്ടാണ് വരിക. ഒരു 150 രൂപ അങ്ങനെയാണ് ഉണ്ടാവുക. മീഷോ എന്നാണുള്ളത്. നല്ല ഭംഗിയാട്ടോ കാണാൻ. അപ്പോൾ ഒരെണ്ണം ഞാനും ഒരെണ്ണം ഇമ്മക്കുട്ടി, അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വെച്ചിട്ട് ഇമ്മക്കുട്ടിയുടെ അബാക്കസ് ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു. നല്ല രസമാണ് കേട്ടോ. നന്നായിട്ട് നിൽക്കുകയും ചെയ്യും. നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യുകയും ചെയ്യാം. അത്യാവശ്യം ഒന്ന് സൂക്ഷിക്കണം എന്നുള്ളൂ. പിടിച്ച് വളച്ച് ഒടിക്കുകയാണെങ്കിൽ ഒടിയും, അതല്ലെങ്കിൽ അത്യാവശ്യം നിൽക്കണതാണ്. ഇതിനുള്ളിൽ പ്ലാസ്റ്റിക് ആണോ കമ്പിയാണോ? പ്ലാസ്റ്റിക് അല്ല, എടുത്ത് കമ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒടിയാൻ ചാൻസ് ഇല്ല. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. നമുക്കും കുട്ടികൾക്കൊക്കെ ഒരേപോലെ യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തത് ഇത് സ്ക്രഞ്ചീസ് ആണ് കേട്ടോ. ഇത് നമുക്ക് സെറ്റായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാവും. ഒരു പാക്കറ്റിൽ 10 എണ്ണം 15 എണ്ണം 50 എണ്ണം അങ്ങനെയൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റും. അപ്പോൾ ഇതങ്ങനെ പല പല കളേഴ്സിൽ വരും. ഇതിങ്ങനെ സ്മോൾ ബിസിനസ് ആയിട്ട് ഒരുപാട് സ്ത്രീകൾ ചെയ്യുന്നതുമാണ് കേട്ടോ. അവരിങ്ങനെ വേസ്റ്റ് തുണികളിൽ നിന്ന് ഇങ്ങനത്തെ സ്ക്രഞ്ചീസൊക്കെ ഉണ്ടാക്കിയിട്ട് ഹാൻഡ് മെയ്ഡായിട്ട് അങ്ങനെ ചെയ്തിട്ട് വിൽക്കുന്നുണ്ട്. അത് നല്ല ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ കുറേ തുണി നമ്മൾ റീയൂസ് ചെയ്യുന്നുണ്ട്. നമുക്കും ഉപകാരമുള്ളൊരു സാധനമാണ്. നമുക്ക് വേണമെങ്കിൽ വീട്ടിലും ഉണ്ടാക്കാം കേട്ടോ. ഇലാസ്റ്റിക് വേണം, പിന്നെ ഇങ്ങനത്തെ വേസ്റ്റ് തുണി ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാവുന്നതാണ്. പല കളേഴ്സിലും പല വലിപ്പത്തിലും ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കി എടുക്കാവുന്നതാണ്. സിബൊക്കെ ഉള്ളതുണ്ട് കേട്ടോ. ഇതിൽ കണ്ടോ, ഇതിൽ സിബ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വെക്കണമെങ്കിൽ വെക്കാം. അങ്ങനെ കുഞ്ഞ് എന്തെങ്കിലും സ്റ്റോർ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു റബ്ബർ ബാൻഡോ അങ്ങനെയൊക്കെ വെക്കണമെങ്കിൽ അത്രയും പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനത്തെ കുറേ സ്ക്രഞ്ചീസ് ഉണ്ട്. ഇത് ഭയങ്കര നല്ലത്. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങനെ മുടി പൊട്ടില്ല. നമ്മൾ സാധാരണ ഹെയർ ടൈ അല്ലെങ്കിൽ ഹെയർ ബാൻഡ് ലൈക്ക് റബ്ബർ ബാൻഡ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ആകുമ്പോൾ നമ്മൾ തിരിച്ച് എടുക്കുമ്പോൾ മുടി പൊട്ടി പൊട്ടി പോവില്ലേ. ഇതാകുമ്പോൾ അങ്ങനെ ഇല്ല കേട്ടോ. നമുക്കിങ്ങനെ മടക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഊരുമ്പോൾ കുഴപ്പമില്ലാണ്ട് എന്ന് വെച്ചാൽ മുടി അങ്ങനെ പൊട്ടാണ്ട് കിട്ടുക. അത് മാത്രമല്ല, ഇത് വെച്ചിട്ട് നമുക്ക് മുടിയിൽ ബൺ ആക്കി എടുക്കാനും എളുപ്പമാണ് കേട്ടോ. നന്നായിട്ട് അത്യാവശ്യം വലിയൊക്കെ ചെയ്യും. നല്ലത്. ഇതൊരു സെറ്റ് മേടിച്ച് വെച്ചോളൂ. നമുക്ക് ഓരോ ഔട്ട്ഫിറ്റ്സിനനുസരിച്ച് പോണിറ്റെയിൽ കെട്ടാനോ അല്ലെങ്കിൽ കുറച്ച് മുടി മാത്രം എടുത്ത് കെട്ടാനൊക്കെ നല്ല രസമാണ് കേട്ടോ. അടുത്തത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേര് ഇങ്ങനെ സ്മോൾ ബിസിനസ് ആയിട്ട് ചെയ്യുന്നതാണ് ഇങ്ങനത്തെ ബോസ് ഒക്കെ ഉണ്ടാക്കണത്. കണ്ടോ, ഇങ്ങനത്തെ ക്ലിപ്പിൽ ഇങ്ങനെ വെക്കും, അറ്റാച്ച് ചെയ്യും. ഇങ്ങനത്തെ ബോ ആയിട്ട് അടിയിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കണം. പല ഷേപ്സും പല കളേഴ്സിലൊക്കെ അവൈലബിൾ ആണ്. ശരിക്കും നമ്മുടെ ലുക്ക് ചേഞ്ച് ചെയ്യാൻ ഭയങ്കര രസമായിട്ടുള്ളതാണ് കേട്ടോ. ഡ്രസ്സസ് ആണെങ്കിലും അതെ, ജീൻസ് ടോപ്പ് അതിനൊക്കെ ഒപ്പം നന്നായിട്ട് ചേരുന്നതാണ്. ഒരു വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സ് ഏത് ടൈപ്പിലുള്ളതാണെങ്കിലും അതിൻ്റെ ഒപ്പം ചേരും. ജസ്റ്റ് കുറച്ച് മുടി 2 സൈഡിൽ നിന്നും എടുക്കുക, ഒന്ന് ഇത് വെച്ചിട്ട് ക്ലിപ്പ് ചെയ്താൽ മതി. സൈഡിൽ വെക്കണമെങ്കിൽ സൈഡിൽ വെക്കാം. കുട്ടികൾക്ക് ഉപയോഗിക്കാം. വേണമെങ്കിൽ 2 ഭാഗത്ത് മുടി കെട്ടിയിട്ട് ഇങ്ങനെ വെക്കാവുന്നതാണ്. ഇങ്ങനത്തെ കുറേ ഉണ്ട് കേട്ടോ. മീഷോയിലും ആമസോണിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് നോക്കി മേടിക്കാവുന്നതാണ്. ഇതിപ്പോൾ ക്ലിപ്പിലല്ലേ വരണത്. നമുക്ക് വേണമെങ്കിൽ ഹെയർ ടൈയിൽ വരുന്നതുണ്ട്. ഇതാകുമ്പോൾ എല്ലാ മുടിയും കൂടെ കൂട്ടി പിടിച്ച് കെട്ടാവുന്നതാണ്. ഇതിനിപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ഹെയർ വേണമെന്നോ വേവി ഹെയർ വേണമെന്നോ അങ്ങനെയൊന്നുമില്ല. ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ളതെല്ലാം എൻ്റെ കേൾ ചെയ്തിട്ടുള്ള ഹെയറിലാണ് കേട്ടോ. എൻ്റെ മുടി ഇത്ര കേൾഡ് അല്ല, എൻ്റെ കുറച്ച് വേവി. ഇത് ഈ ഒരു നാച്ചുറൽ ഇങ്ങനത്തെ ലുക്കിലാണ് ഉണ്ടാവുക. അപ്പം ഇങ്ങനത്തെ മുടിയാണെങ്കിലും ശരി, കേളി ആയിട്ടുള്ള ഹെയർ ആണെങ്കിലും ശരി, സ്ട്രെയിറ്റ് ഹെയർ ആണെങ്കിലും ശരി, എല്ലാത്തിലും ഇങ്ങനത്തെ ബോസ് നല്ല രസമായിട്ട് ചേരുന്നതാണ് കേട്ടോ. ഇത് മസ്റ്റ് ഹാവ് ആണ്. നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് നമ്മുടെ ഔട്ട്ഫിറ്റ്സ് ഒക്കെ സ്റ്റൈൽ ചെയ്യാനായിട്ട് നല്ല രസമായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചത് വലിയ ബോസ് അല്ലേ, അതിൻ്റെ ചെറുതാണ് ഇത് കുട്ടികൾക്കാണ് കൂടുതൽ രസം ഉണ്ടാവുക. 2 ഭാഗത്ത് കൊമ്പ് കെട്ടിയിട്ട് ഇതേപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. നമുക്ക് വേണമെങ്കിൽ മുടിയുടെ പിന്നിലായിട്ട് വെക്കാം, സൈഡിൽ 2 എണ്ണമായിട്ട് വെക്കാം. ഇപ്പം അങ്ങനെ കുട്ടികൾക്ക് അല്ലെങ്കിൽ വലിയവർക്ക് അങ്ങനെയൊന്നുമില്ലല്ലോ. നമ്മളിങ്ങനെ മാറ്റി മറിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് എന്ത് വേണമെങ്കിലും ഇടാം എന്നുള്ളൊരു അവസ്ഥയിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അയ്യോ ഇത് കുട്ടികൾക്കല്ലേ ചേരുക അങ്ങനെ വിചാരിക്കുകയും വേണം കേട്ടോ. നമുക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഈ ഹെയർ സ്റ്റൈൽ ചെയ്യാവുന്നതാണ് കേട്ടോ. അങ്ങനത്തെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ബോ ഉണ്ട്, അടിപൊളിയാണ് കേട്ടോ. അടുത്തത് ഇങ്ങനത്തെ പേളിൻ്റെ ഒരു സ്ട്രിങ് ആണ്. പേളും സ്റ്റോൺസും ഒക്കെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതെന്തായാലും ഒരു മസ്റ്റ് ഹാവ് ആണ്. കുറേ പേർക്ക് ഭയങ്കര ഡൗട്ടാണ് എന്താണ് മുടി വെച്ച് ചെയ്യേണ്ടത്, എസ്പെഷ്യലി ഒരു പാർട്ടി ഫംഗ്ഷനൊക്കെ ആകുമ്പോൾ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇത് വെച്ചിട്ട് മുടി ഒന്ന് മെടഞ്ഞിട്ടാൽ മതിയാവും കേട്ടോ. എന്നാൽ തന്നെ നല്ലൊരു പാർട്ടി ലുക്ക് ഉണ്ടാവും. അതല്ലെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് മുടി എടുത്തിട്ട് ഇത് വെച്ചിട്ട് ഇങ്ങനെ പിരിച്ച് കൊടുത്താലും മതി. എങ്ങനെയാണെങ്കിലും നല്ല രസം കാണാനായിട്ട്. റിസപ്ഷൻ്റെ സമയത്താണെങ്കിലും അങ്ങനത്തെ ഓരോ ഫംഗ്ഷൻസ്, പാർട്ടി, നൈറ്റ് ടൈം ഫംഗ്ഷൻസ്, നൈറ്റ് ഡിന്നർ അങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് കുറച്ച് ഇങ്ങനെ ഒരുങ്ങി എന്തെങ്കിലും ഒരു ഹെയർ സ്റ്റൈൽ ചെയ്ത് പോകണം. അങ്ങനെയാണെങ്കിൽ ഇത് നല്ലത്. 100 രൂപ മുതൽക്ക് കിട്ടുന്നതാണ്. നല്ല വിലയുള്ളതുണ്ട്.
ഈ ഒരു സ്റ്റോണിൻ്റെ ക്വാളിറ്റിയും അതേപോലെ പേളിൻ്റെ ക്വാളിറ്റിയും ഇതിൻ്റെ നീളവും അതിനനുസരിച്ചിട്ട് വിലയും ഉണ്ടാവും കേട്ടോ. നല്ലതാണ് കാണാൻ. അടുത്തത് ഇത് നേരത്തെ കണ്ട പോലെ തന്നെ ഇങ്ങനെ വളക്കുകയും തിരിക്കുകയൊക്കെ ചെയ്യാൻ പറ്റിയതാണ്. പക്ഷെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ കുട്ടി കുട്ടി സംഗതികളായിട്ടാണ് കേട്ടോ വരുന്നത്. മറ്റേത് ഒറ്റൊരു സ്ട്രിങ് ആയിട്ട് ഒരെണ്ണായിട്ടല്ലേ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഫ്രണ്ടിൽ ഇങ്ങനെ മുടിയിൽ വെച്ചിട്ടോ എങ്ങനെയാണെങ്കിൽ സൈഡിലൊക്കെ വെച്ചിട്ടാണെങ്കിൽ ഇങ്ങനെ മെടയല്ല കേട്ടോ, സോറി, പിരിച്ച് ഇങ്ങനെ കൊണ്ടുവന്നാൽ മതി. അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കമ്പിയല്ലേ, അപ്പോൾ ഇതിങ്ങനെ അതിലേക്ക് ഇങ്ങനെ നമ്മുടെ മുടിയിൽ ഇങ്ങനെ ചുറ്റിയിരുന്നോളും. പക്ഷെ ഇത് ഊരാൻ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. സാധാരണ പോലെ ഇങ്ങനെ വലിച്ചെടുത്താൽ തന്നെ മുടി പൊട്ടാണ്ട് തന്നെ നമുക്ക് ഊരിയെടുക്കാൻ പറ്റും കേട്ടോ. അത് മാത്രമല്ല മുടിയിൽ അവിടെ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കുത്തി വെക്കുക. അത് പക്ഷെ നമുക്ക് ആരെങ്കിലും സഹായം വേണം കേട്ടോ. മുടി ഇങ്ങനെ അഴിച്ചിടുക, നമ്മൾ ലൈറ്റായിട്ടൊക്കെ കേൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിലേക്ക് ഇതിങ്ങനെ വെച്ചിങ്ങനെ നല്ല രസമായിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്തെടുക്കാൻ പറ്റും. എന്നുവെച്ചാൽ സിമ്പിളായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സാധാരണ ഫങ്ഷൻസിനും റിസപ്ഷൻസിനൊക്കെ നമുക്ക്, അല്ലെങ്കിൽ ഒരു കുട്ടി ഡിന്നർ പാർട്ടി അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, അതിനൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അതെല്ലാം നമ്മുടെ തന്നെ ഗ്രാൻഡ് ആയിട്ടുള്ള ഫംഗ്ഷനൊക്കെയാണ്. ഇപ്പോൾ നമ്മുടെ സിസ്റ്ററിൻ്റെ വെഡിങ് ആണ്, ക്ലോസ് കസിൻ്റെ വെഡിങ് ഒക്കെയാണ്, അല്ലെങ്കിൽ എൻഗേജ്മെൻ്റ് ആണ്, അങ്ങനെ കുട്ടി പാർട്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് കാര്യമായിട്ട് മുടിയിൽ അവിടെ ഇവിടെയൊക്കെ വെച്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ബ്രൈഡ് ആണെങ്കിൽ റിസപ്ഷൻ്റെ ടൈമിലൊക്കെ ഇതേപോലെ കുറേ എണ്ണം വെച്ചിട്ട് നല്ല രസമായിട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് പല രീതിയിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇതും നമുക്ക് ആമസോൺ, മീഷോയിലൊക്കെ അവൈലബിൾ ആണ്. ഇതിൻ്റെ ചിലപ്പോൾ എക്സാക്ട് സെയിം ആയിന്ന് വരില്ല, കാരണം ഇത് ഞാൻ കുറേ നാൾ മുമ്പ് മേടിച്ചിട്ടുള്ളതാണ്. പലപ്പോഴും നമ്മൾ വീഡിയോസിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഭയങ്കര നല്ലതാണ്. ഇതിൻ്റെ തന്നെ ഗോൾഡൻ ഉണ്ട്, പേളിൻ്റെ കളറിലും വ്യത്യാസം ഉണ്ടാവും. അതൊക്കെ നോക്കി നമ്മുടെ ഡ്രസ്സിനനുസരിച്ചിട്ടൊക്കെ മാച്ച് ചെയ്ത് മേടിക്കണമെങ്കിൽ അങ്ങനെ മേടിക്കാവുന്നതാണ്. അടുത്തത് ഈ ക്ലിപ്പാണ് കേട്ടോ. ഇത് പിന്നെ എങ്ങനെ യൂസ് ചെയ്യണം എന്ന് പറയേണ്ട യാതൊരു ആവശ്യമില്ല. എല്ലാവർക്കും ഇഷ്ടമാണ് ഇങ്ങനത്തെ ക്ലിപ്പ്, കാരണം യൂസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. രണ്ട് സൈഡിൽ നിന്നും കുറച്ച് മുടി എടുക്കുക, എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ പിന്നിൽ ഇതേപോലെ നല്ല ഭംഗിയായിട്ട് കിടക്കട്ടെ. ഇത് മീഷോ എന്നുള്ളതാണ്. ഇത് 150-160 റുപ്പീസ് ഒക്കെയാണ്. പക്ഷെ നല്ല ഭംഗിയുണ്ട്. ഇതിൽ എത്ര സ്റ്റോൺസാണ്, നല്ല ഭംഗിയുണ്ട്. സ്റ്റോൺസിൻ്റെ ക്വാളിറ്റി കുറച്ച് കുറവാണ്, പക്ഷെ ലൈറ്റിലൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. നമുക്ക് ഒരു എഫേർട്ടും എടുക്കാണ്ട് ഒരു 30 സെക്കൻഡിൽ നമുക്കൊരു ഹെയർ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇതേപോലെ രണ്ട് സൈഡിൽ നിന്ന് മുടി എടുത്തിട്ട് ഇങ്ങനെ ക്ലിപ്പ് ചെയ്താൽ മതി കേട്ടോ. ഇതിലും കുറച്ചും കൂടി ചെറുത് മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ സിൽവർ ഷെയ്ഡിലുള്ളത് അങ്ങനത്തെയാണ് വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്യാം. ഓക്കെ, ഇതിൽ എൻ്റെ മുടിയാട്ടോ. അപ്പം ഇത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതും എളുപ്പത്തിൽ നമുക്ക് ഹെയർ സ്റ്റൈൽസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഇങ്ങനത്തെ ഒരു 3-4 എണ്ണം മേടിച്ച് വയ്ക്കുകയാണെങ്കിൽ ഒന്ന് ഗോൾഡൻ, ഒരു കോപ്പർ ബ്രൗൺ ഷെയ്ഡ്, ഒന്ന് ഇതേപോലെ സിൽവർ, അങ്ങനെയൊക്കെ മേടിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പാർട്ടീസിനൊക്കെ പോകുമ്പോൾ എല്ലാവർക്കും മേക്കപ്പ് ചെയ്യാൻ അറിയാം. എൻ്റെ അറിവിൽ ഇപ്പം അതാണ് പ്രശ്നം, എല്ലാവർക്കും മേക്കപ്പ് ചെയ്യാൻ അറിയാം. പക്ഷെ ഹെയർ സ്റ്റൈൽ വരുമ്പോഴാണ് ഏറ്റവും ബുദ്ധിമുട്ടാവുക. ആ സമയമാകുമ്പോൾ ചെയ്യാൻ പല സംഗതികളൊക്കെ ട്രൈ ചെയ്ത് നോക്കും. പക്ഷെ എങ്ങടെയെങ്കിലും പോണ സമയമാകുമ്പോൾ എല്ലാം കൂടി വലിച്ചു പറിച്ചിട്ട് ഒന്നിലേക്ക് അഴിച്ചിട്ട് പോകും, എല്ലാം കൂടി കൂട്ടി പിടിച്ചൊരു ബൺ കെട്ടിയിട്ട് പോകും. പകരം നമ്മൾ ഇങ്ങനത്തെ കുട്ടി കുട്ടി സാധനങ്ങൾ, അധികം വിലയുടെ ഒന്നുമല്ല കേട്ടോ, ചെറുതുകൾ ഇങ്ങനെ മേടിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്കിത് കുറേ കാലം യൂസ് ചെയ്യുകയും ചെയ്യാം. നമുക്ക് തന്നെ ഈസിലി നമുക്ക് ഹെയർ സ്റ്റൈൽസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. ഈവൻ ഫങ്ഷൻസിനാണെങ്കിലും നമുക്കൊന്ന് മുടി ലൈറ്റായിട്ട് ഇപ്പോൾ സ്ട്രെയിറ്റൻ ചെയ്യണമെങ്കിൽ, ഇപ്പോൾ കേളി ഹെയർ ആണെങ്കിൽ ആ കേളിന് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം. എന്നിട്ട് ഈ മുടി എടുത്ത് സൈഡിൽ എവിടെയായിട്ട് ക്ലിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ലൈറ്റായിട്ട് സ്ട്രെയിറ്റൻ ചെയ്യണമെങ്കിൽ നമുക്ക് തന്നെ സ്ട്രെയിറ്റൻ ചെയ്തിട്ട് ഈ ക്ലിപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് തന്നെ ഈസിലി നല്ല രസമായിട്ടുള്ള ഹെയർ സ്റ്റൈൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നത് നല്ലതല്ലേ. അപ്പം ഇങ്ങനത്തെ കുറച്ചെണ്ണം മേടിച്ച് വെച്ചാൽ നല്ലതാട്ടോ. അടുത്തത് ഇങ്ങനത്തെ പറയാം, ഇങ്ങനത്തെ ഓരോ കഷ്ണം തുണിയാണ്. പക്ഷേ ഒറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കമ്പിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ നമുക്ക് പലതരത്തിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഒന്നില്ലെങ്കിൽ നമുക്ക് ഇതിങ്ങനെ എടുത്ത് ഇങ്ങനെ മടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റാബിറ്റ് ഇയർ പോലെ ഇങ്ങനെ നിൽക്കും. അത് നല്ല രസമാണ് കാണാനായിട്ട്. ഇപ്പം എൻ്റെ തലയിൽ ഓൾറെഡി ക്ലിപ്പുള്ള കാരണം എത്ര രസം ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. അതല്ലെങ്കിൽ മുടിയെല്ലാം കൂടെ കൂട്ടിപ്പിടിച്ചത് ഇങ്ങനെ ഒരു ബോ പോലെ കെട്ടി ഇങ്ങനെ വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്ക് പലതരത്തിൽ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതും നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. പണ്ട് നമ്മളിത് ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 4-5 വർഷം മുമ്പത്തെ ക്രിസ്മസ് സീരീസിൽ, 5 വർഷം മുമ്പത്തെ ക്രിസ്മസ് സീരീസിലാണ് നമ്മൾ ഇത് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് കാണിച്ചിട്ടുള്ളത് കേട്ടോ. നല്ലതാണ്. ഇത് കമ്പി ഇല്ലാത്തതാണെങ്കിൽ നോർമൽ ഇങ്ങനത്തെ, ഇത് നമുക്ക് സാധാരണ തുണി വെച്ച് നമുക്ക് തന്നെ തുന്നിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ മുടിയിൽ ഇതേപോലെ, ഇതൊക്കെ മേടിക്കണം എന്ന് തന്നെയില്ല, നമുക്ക് തുന്നാൻ അറിയാമെങ്കിൽ
തുന്നച്ചാൽ കൈത്തുന്നലാണെങ്കിലും മതി, ഇതേപോലെ ഇട്ടാൽ തന്നെ നല്ല രസമാണ് കാണാനായിട്ട്. ഊരിയെടുക്കാനും ഒരു ബുദ്ധിമുട്ടില്ല, മുടി കൊഴിയൊന്നുമില്ല. ആ രീതിക്ക് ഇത് നല്ലതാണ് കേട്ടോ. പിന്നെ അടുത്തത്, ഇത് ഓൾറെഡി നമ്മളൊരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്, പക്ഷെ ഒന്നും കൂടി പറയാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ക്ലിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇങ്ങനത്തെ കുട്ടി കുട്ടി ക്ലച്ച് ക്ലിപ്സ്, ഫ്ലവർ ക്ലച്ച് ക്ലിപ്സ് ആണ് ഇത് ഇമ്മക്കുട്ടിക്ക് സ്ഥിരം നമ്മൾ യൂസ് ചെയ്യണതാണ് കേട്ടോ. 2 ഭാഗം മുടി കെട്ടിയിട്ട് അതിലിങ്ങനെ ഓരോരോ ഫ്ലവർ ക്ലിപ്പ് വയ്ക്കും. നമ്മുടെ കയ്യിൽ പണ്ട് ബട്ടർഫ്ലൈയുടെ ഉണ്ടായിരുന്നില്ലേ, നമ്മളിതൊരു തല മുഴുവൻ ഇങ്ങനെ കുറേ വെക്കും. എസ്പെഷ്യലി ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ ഓരോരുത്തർ കൊണ്ട് തന്നിരുന്ന അങ്ങനത്തെ രസമായിട്ടുള്ള കുറേ ബട്ടർഫ്ലൈസ് ഉണ്ടായിരുന്നില്ലേ, അതിൻ്റെ തന്നെ ഫ്ലവർ ആണെന്ന് മാത്രമേ ഉള്ളൂ. ഒക്കെ നല്ലതാണ് കേട്ടോ, കുട്ടികൾക്കൊക്കെ നല്ല രസം. നമുക്കാണെങ്കിലും ഹെയർ സ്റ്റൈൽസ് ചെയ്യാൻ ഭയങ്കര രസമാണ്. നമുക്ക് ഫ്രണ്ടിൽ വെക്കണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ സൈഡിൽ ഇങ്ങനെ വെക്കണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ ബാക്കിൽ വെക്കാം. അങ്ങനെ നമ്മുടെ ഇഷ്ടപ്രകാരം ഇഷ്ടം പോലെ ഹെയർ സ്റ്റൈൽസ് ഇത് വെച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിന് കുറച്ച് വിലയുണ്ട് കേട്ടോ, ഒരു 200 എബോവ് ഒക്കെ ഉണ്ടാവും ഒരു സെറ്റിന്. പക്ഷെ ഇത് വേർത്താ, കുറേ നാൾ നിൽക്കും, കളറൊന്നും പോവില്ല, സ്റ്റോണൊന്നും പോവില്ല, നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ നമുക്ക് മീഷോ, ആമസോൺ എല്ലാത്തിലും ഉണ്ട്. പല കളേഴ്സിലുള്ള ഇർക്ലി സ്ലൈഡ് ഇല്ല, അതാണ് നമുക്കൊരു സെറ്റായിട്ട് മേടിക്കാൻ കിട്ടും. ഒരു 15 അല്ല 20 എണ്ണം അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. പല കളേഴ്സിലാണ് ഉണ്ടാവുക. അപ്പോൾ പല കളേഴ്സിലായതുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഈ സ്ലൈഡ് കാണുന്ന പാകത്തിന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കുത്തിവെച്ചാൽ നല്ല രസമാണ് കാണാനായിട്ട്. ഇങ്ങനെ സൈഡ് പാർട്ടീഷൻ എടുത്തിട്ട് ഇങ്ങനെയായിട്ട് ക്രോസ് ചെയ്ത് വെച്ചാലൊക്കെ നല്ല രസമാണ്. ഇതൊരു സെറ്റ് ഉണ്ടെങ്കിലും നല്ലതാണ് കേട്ടോ. കുട്ടികൾക്കും ഇത് നമുക്ക് പല ഹെയർ സ്റ്റൈൽസൊക്കെ ചെയ്യാൻ അങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്യൂട്ടായിട്ടുണ്ടാവും. ഇപ്പോൾ ഈ അംഗനവാടിയിലും UKG LKG UKG യൂണിഫോം ഉണ്ടാവില്ല, അതല്ലെങ്കിൽ തന്നെ കുട്ടികൾ ഓരോ ക്ലാസ്സസിന് പോകുമ്പോഴും അവർക്കാണെങ്കിലും ഇപ്പോൾ ഇഷ്ടമാണല്ലോ അങ്ങനെ ഓരോ ഹെയർ സ്റ്റൈൽസൊക്കെ ചെയ്യണത്. അങ്ങനെ ആകുമ്പോൾ നല്ലതായിരിക്കും കേട്ടോ. അങ്ങനെ മേടിച്ച് വെച്ചാൽ നമുക്കും ഇങ്ങനെ മുടി ജസ്റ്റ് ഒന്ന് പിരിച്ച് ഇവിടെ 2 ഹെയർ ക്ലിപ്പ് ഇങ്ങനെ ഈ കളറുള്ളത് കുത്തിക്കഴിഞ്ഞാൽ ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ളതൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ ആക്സസറീസ്. കുറച്ചേ ഉള്ളൂ, പക്ഷേ ഇത്രയും ഉണ്ടെങ്കിൽ, കുറച്ചല്ല, തെറ്റിപ്പോയി, കുറച്ചധികം കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് നമുക്ക് കുറേ കാലം, ഇതിലുള്ള ഒട്ടുമിക്ക സംഗതികളൊക്കെ ഞാൻ വർഷങ്ങൾ മുന്നേ മേടിച്ച് ഉപയോഗിക്കണതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പല ഹെയർ സ്റ്റൈൽസ് ചെയ്യാനൊക്കെ നല്ലതാണ്. ട്രൈ ചെയ്ത് നോക്കും, കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കാൻ ഒരുപാട് നല്ലതാണ്. പാർട്ടീസ് ആയിട്ടാണെങ്കിലും അതെ, കാഷ്വൽ ആയിട്ട് ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. എല്ലാ ലിങ്ക്സും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കുക, കിട്ടുന്ന എല്ലാ ലിങ്ക്സും ഉണ്ടാവും കേട്ടോ. ഇതില്ലെങ്കിൽ ഞാൻ സിമിലർ ആയിട്ടുള്ള ഐറ്റം നോക്കിയിട്ട് അതിടാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ലവ് യു ഓൾ സോ മച്ച്. ബൈ.